നമുക്കറിയാം, സ്പാർക്ക് പോലുള്ളവയിൽ ഡേറ്റാബേസുകൾ സൂക്ഷിക്കുന്നത് ഔദ്യോഗിക സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതൊരു രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ്. ജീവനക്കാർ നൽകുന്ന ഫോൺ നമ്പറുകൾ ഉദ്യോഗസ്ഥരുടെ സമ്മതം കൂടാതെ ബൾക്ക് മെസ്സേജ് ക്യാമ്പയിനു വേണ്ടി, PR വർക്കിനും വേണ്ടി ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കടുത്ത സ്വകാര്യതയുടെ ലംഘനമാണ്. സർക്കാരിന്റെ കൈവശമുള്ള പൌരന്മാരുടെയും ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ഡേറ്റ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഭരണകൂടത്തിന് കയറാനുള്ള അവകാശമില്ല, കടന്നുകൂടാനുള്ള അധികാരവുമില്ല. ജീവനക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം ഡേറ്റ പ്രൈവസി ആക്ട് നൽകുന്ന സംരക്ഷണത്തിന്റെ ലംഘനം കൂടിയാണ് എന്നത് വളരെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രിക്കും IT രേഖ ചോർത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സ്വകാര്യത നിയമങ്ങളുടെ ലംഘനമല്ലെന്ന് ഇന്നലെ ചീഫ് സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഞാൻ കണ്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സ്പ്രിംഗ്ലറുടെ കാര്യത്തിലും ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു. ആരുടെയും ഡേറ്റ വിവരങ്ങൾ ഞങ്ങൾ ചോർത്തിയിട്ടില്ലെന്നാണ് അന്നും പറഞ്ഞത്. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതും നിങ്ങൾ കണ്ട കാര്യമാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേഴ്സണൽ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. തന്നെയുമല്ല, ഈ DA ഒക്കെ എത്രയോ കാലം മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഇതൊന്നും കൊടുക്കാതെ പിടിച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഇത് കൊടുത്തുവെന്ന് ഉത്തരവിറക്കി ഓരോ വ്യക്തിക്കും, ഇന്നലെ എന്റെ PAക്ക് വരെ കിട്ടി, ഓരോ വ്യക്തിക്കും അവരുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് എത്ര വലിയ പാപ്പരത്തമാണ് നിങ്ങൾ കാണണം. ഇതെത്രയോ നാളുകൾക്ക് മുമ്പ് കൊടുക്കേണ്ട DA ആയിരുന്നു. ഇതൊന്നും കൊടുക്കാതെ മാറ്റിവെച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചീഫ് സെക്രട്ടറി ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി ഇത്തരമൊരു വിശദീകരണത്തിന് മുതിർന്നത് തെറ്റായിപ്പോയി എന്നാണ് അദ്ദേഹത്തെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ആരോഗ്യരംഗം പൂർണ്ണമായി വെന്റിലേറ്ററിലായിരിക്കുകയാണ്. ഇന്ന് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയാണ്. ഇപ്പോൾ പറയുന്നു ഇത് സിസ്റ്റമിക് ഫെയിലുവറാണ്, സിസ്റ്റത്തിന്റെ ഫെയിലുവറാണ്. ഈ സിസ്റ്റത്തിന്റെ ഫെയിലുവർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാകൂ, ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാകൂ. 10 വർഷമായിട്ട് സിസ്റ്റമിക് കറക്ഷൻസ് വരുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇനി എന്നാണ് സിസ്റ്റത്തെ നന്നാക്കാൻ കഴിയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർ കുറെ ദിവസമായി സമരത്തിലാണ്. രോഗികൾ ചെന്നാൽ ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു പരിചരണവും ലഭിക്കുന്നില്ല. എന്നാൽ അവരോട് ചർച്ച ചെയ്ത് അവരുടെ ശമ്പള കുടിശ്ശിക കൊടുക്കാമെന്നും മറ്റാനുകൂല്യങ്ങൾ പരിഗണിക്കാമെന്നും പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർ സമരം ചെയ്യട്ടെ, രോഗികൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴതാണ് ഏറ്റവും കഴിഞ്ഞ 3-4 ദിവസമായി കേരളം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. ആശുപത്രികൾ സ്തംഭിച്ചിരിക്കുകയാണ്. ആര് ചെന്നാലും ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നില്ല. ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ച് ചെല്ലുന്നവർ പോലും ഓപ്പറേഷനുകൾ പോലും മാറ്റിവെക്കുന്ന അവസ്ഥയാണ് വന്നുചേർന്നിരിക്കുന്നത്. ഇതൊന്നും പരിഹരിക്കാൻ ആരുമില്ല. എന്നിട്ട് വീമ്പ് പറയുകയാണ്. രാജ്യം മുഴുവൻ ബോർഡ് വെക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള വിവരം സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.